ലോകം ചുറ്റി സഞ്ചരിച്ച ഭാരതത്തിൻ്റെ അഭിമാനകരമായ രണ്ട് പായ്ക്കപ്പലുകൾ. ഈ ആധുനിക കാലത്തും പായ്ക്കപ്പലുകളുടെ ഉപയോഗം നാവികസേനയെ അടക്കം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു പണ്ടത്തെ യുദ്ധകാലത്തെ ഉപയോഗമൊക്കെ പോയെങ്കിലും അത്തരത്തിലുള്ള ഉപയോഗങ്ങളില്ല എങ്കിലും ഇന്നൊരു ട്രഡീഷൻ്റെ ഭാഗമായി നിലനിർത്തി പോകുന്ന ഇത്തരത്തിലുള്ള സെയിലിംഗ് സംവിധാനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായൊരു ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നവയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പായ്ക്കപ്പലുകളുടെ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഋഗ്വേദ കാലത്തോളവും എന്തിനേറെ മെസപ്പൊട്ടോമിയൻ കാലത്തോളം പഴക്കമുണ്ട്. ഭാരതത്തിൻ്റെ നാവിക പാരമ്പര്യത്തിന് ലോകത്തെ ആദ്യത്തെ രേഖപ്പെടുത്തിയ നാവികസേന എന്നുള്ളത്, സ്റ്റാൻഡിംഗ് നേവി എന്നുള്ളത് ചന്ദ്രഗുപ്തൻ്റെ ഗൗരൻ്റെ മൗര്യയിലായിരുന്നു, മഗധയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിന് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ശതവാഹനന്മാർ, അതോടൊപ്പം തന്നെ ചോളന്മാർ, എന്തിനേറെ നമ്മുടെ കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരക്കാർമാരും ഒക്കെ ചേർന്ന സുദീർഘമായ നാവിക പാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ ട്രഡീഷൻ്റെ, അല്ലെങ്കിൽ അത്രയധികം നീളമുള്ള അത്രയധികം കാലത്തോളം പഴക്കമുള്ള പാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് നമുക്ക് മുന്നിലൂടെ ഇപ്പോൾ പോകുന്ന ലോകം ചുറ്റി സഞ്ചരിച്ച INS തരംഗിണിയും INS സുദർശനിയും അടങ്ങുന്ന ഈ പായ്ക്കപ്പലുകൾ എന്നുള്ളത്.